എന്റെ പൊന്ന് ബെന്നി, നീ അല്ലേ ഇന്നത്തെ ബോക്സിംഗ് നിയന്ത്രിക്കുന്ന റെഫറി? നീ എന്തിനാ അവിടെ പാസ് എടുക്കാൻ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറുവാ. കൊള്ളാലോ. അയ്യോ, നിന്നെ സമ്മതിക്കണം. നീ അവിടെ പാസ് എടുക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? വിളിച്ചത് നന്നായി. എന്ത് ട്യൂബിന് എന്റെ ഊപ്പാട് വന്നേ. അത് ശരി. ഈ ആൾക്കാർ മുഴുവൻ അക്ഷമരായിട്ട് ഇവിടെ ഇരിക്കുക, നിനക്കറിയോ? ഹലോ, നിന്നെ കാണാനല്ല, ബോക്സിംഗ് കാണാനായിട്ട്. 5 വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ ബോക്സിംഗ്, അത് നിനക്കറിയാലോ? അതെനിക്കറിയാം. 5 വർഷം മുമ്പ് ഞാൻ ഊരിയിട്ട യൂണിഫോമാ, പിന്നെ ഇപ്പഴാ എടുത്തിരുന്നത്. ചുമ്മാ അല്ല, വന്നപ്പോ ഒരു വല്ലാത്ത നാറ്റം. അങ്ങനെ പറയണ്ട. ഞാൻ ഫിലാഡൽഫിയയിൽ ബോക്സിംഗിന്റെ റെഫറി ആയിരുന്നു, അറിയാലോ? ഫിലാഡൽഫിയയിലൊക്കെ ആയിരുന്നോ? പിന്നെ അവിടുത്തെ ബോക്സിംഗുകാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. 7.5 അടി പൊക്കം, 150 കിലോ വെയിറ്റ്, ഇടിയെന്ന് പറഞ്ഞ 5 ടണ്ണ. അയ്യോ, അതിനെ നീ തൂക്കി നോക്കിയായിരുന്നു? ഇല്ല, കൊണ്ടു നോക്കിയിട്ടുണ്ട്. അത് ശരി. കൊള്ളാലോ. പിന്നെ ഇവിടെ ഡേവിഡ് അച്ചായനും രാമേന്ദ്രൻ അച്ചായനും തമ്മിലുള്ള മത്സരമായി നടക്കുന്നത്. അവർ കൊണ്ടുവരുന്ന ബോക്സർമാർ തമ്മിൽ കൂട്ടിയിടിക്കും. അറിയാലോ നിനക്ക്? കാര്യങ്ങളൊക്കെ അറിയാലോ. ഡേവിഡ് അച്ചായനാണ് ഒരു 5 വർഷമായിട്ട് ഇവിടുത്തെ പ്രസിഡന്റ്. എനിക്കറിയാവനെ. പിന്നെ ഇവരുടെയൊക്കെ കാശിന്റെ പൊളപ്പാണല്ലോ നമ്മുടെ വയറ്റിപ്പിഴപ്പ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവര് തമ്മിൽ കണ്ടാ കീരിയും പാമ്പുവാ. ആണോ? അയ്യോ, അതെ, ഡേവിഡ് അച്ചായൻ വരുന്നത്. അച്ഛാ നമസ്കാരം. നമസ്കാരം. ഇതാണ് ഡേവിഡ് അച്ചായൻ. കീരിയാണോ പാമ്പാണ്? അല്ല അച്ഛാ, ഇവിടെ അവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നല്ലോ. ഞാൻ ആളെ നിർത്തി വെട്ടിച്ച് റെഡിയാക്കി. എന്ത് കീരിയും പാമ്പ് വരുന്നറിയോ ഇവിടെ? ആണോ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഫിലാഡൽഫിയയിലെ അല്ലെന്ന് ഇച്ചിരി മഴ വീവറായി പോയായിരുന്നു. ഞാൻ കണ്ടു, അതുകൊണ്ടാ പറഞ്ഞു. അല്ല അച്ഛാ, ഇതാണ് നമ്മുടെ മത്സരം നിയന്ത്രിക്കുന്ന റെഫറി ബെന്നി. ബെന്നി കുട്ടാ, ഇതെന്നാ ചവിട്ടും തൊടിയൊക്കെ ഉണ്ടോ? ഞാനോ? അല്ല, ഇതിന്റെ അകത്ത് പുക്കിൾക്കൊടിയൊക്കെ തൂങ്ങിക്കിടക്കും. അയ്യോ, എന്റെ പാൻറ്റിന്റെ വള്ളിയാ. അച്ഛാ, എനിക്ക് അച്ചായൻ തന്നെ വീണ്ടും 5 വർഷം പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ആ രാമചന്ദ്രൻ അച്ചായനെ ഒട്ടും ഇഷ്ടമല്ല. അച്ചായൻ ഇടിക്കാൻ ആളെ ഇറക്കിയിട്ടുണ്ടോ? മുറ്റു താഴ്ന്ന് ഇറക്കിയിട്ടുണ്ട്. ഈ സാധനമാണോ? ഇതെന്റെ ഭാര്യയല്ലേ? പിന്നെ ബോംബെന്ന് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആണോ? ജിംഖാന ക്ലബില് 10 വർഷമായിട്ട് ഫസ്റ്റ് മേടിച്ചോണ്ടിരിക്കുന്ന ജിംഖാന തങ്കച്ചൻ ആണല്ലേ? ഒരിടി എന്ന് പറഞ്ഞാൽ 5 ടണ്ണ. അപ്പൊ ഞാൻ നിന്ന് മേടിക്കേണ്ട വരുമല്ലോ. പേഴ്സണലായിട്ട് പറഞ്ഞു. ശരി. ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇനി അടുത്ത വർഷം ഞാനായിരിക്കും ഈ ക്ലബിന്റെ പ്രസിഡന്റ്. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതിയേ. ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേഗത്തില്ല. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. പള്ളി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക കുർബാന നടത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നീ അമേരിക്ക ചെയ്ത പോലെ ഒരു മുട്ട കൂടോത്രം ചെയ്യാൻ പറ്റില്ല. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആരെയാന്നറിയാവോ? ഈ തെറി പറയുന്നത് തങ്കമ്മയല്ലേ? എന്റെ അച്ഛനേരം കൈ ചൂണ്ടിയുണ്ടല്ലോ. കൈ ചൂണ്ടിയാ നീ എന്താ എനിക്ക് വയ്യ ഇവിടെ നിന്ന് മൂത്രം തുടക്കാൻ. അങ്ങനെ എന്റെ ഇച്ഛ നേരം ആരെങ്കിലും കൈ ചൂണ്ടി വെച്ചാൽ നിന്ന് മുള്ളുന്ന മോളിന്ന് വിളിച്ചതാ. മോളിന്ന് ഇപ്പൊ ആര് വിളിക്കാൻ? നിന്റെ അപ്പൻ കുഴിവട്ട് കറിയാ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആരാന്നറിയോ? കേരളത്തിൽ നിന്ന് ബോക്സിക്ക് പോയി നൈജീരിയ ചെന്ന് 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന നീഗ്രോ ബാബുവിനെയാണ് ഇറക്കിയിരിക്കുന്നത്. അറിയോ? ഞാൻ ഇറക്കിയേക്കണ ആരാ? ബോംബെ വാലെ. ബോംബെയിലൊക്കെ ബാലയുണ്ടോ? ഉണ്ടോ? രാമൻ കെ മർ എന്ന് പറഞ്ഞൊരു ബാലയിൽ അവർക്ക് എടാ പട്ടി. അതല്ലടാ, ബോംബെയിൽ എന്നാ പരിപാടി എന്നറിയോ? ബോംബെ മിഠായിയുടെ കച്ചവടം. അതിന്റെ അപ്പഴടി. ഞാൻ പറഞ്ഞ കൈ ചൂണ്ടല്ലേ? ചൂണ്ടുമ്പോ മുള്ള നീയാടെ കൈ. ഇതിന് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്ന ചായ? എല്ലാ KSRTC കമ്പറ്റേഷനും ആയിരിക്കും. ജിംഖാന തങ്കച്ചനെ വിളിക്കാം. തങ്കച്ച, come on. ഓ മതി തങ്കച്ച. ആട്ടോച്ചിക്ക് കഴിച്ചോ? എന്നെ പറ്റിയത് ആട് നല്ല മുട്ടാർന്നിട്ടോ? അതല്ലേ അതിന്റെ തോന്നുന്നു. നൈറ്റ് കഴിക്കും. നൈറ്റിയോ? ഇത് പിന്നെ എന്നാ? നൈറ്റി അല്ലേ, ഇത് ബോക്സിംഗ് കോട്ട് ആണോ? അടിക്കത് എങ്ങനെ? നല്ല ഫിറ്റാണല്ലോ അല്ലേ? സത്യമായിട്ട് ഞാൻ അടിച്ചിട്ടില്ല. അതല്ലെന്ന്, ശരീരം നല്ല ഫിറ്റല്ലേ? അതിന് ഫിറ്റാണല്ലോ. പിന്നെ ഇവൻ വരുന്ന ഏത് നാട്ടുകാരാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇത്തവണ മുതലേ ഞാൻ വിജയിപ്പിച്ചിരിക്കും. എനിക്ക് ഈ 5 വർഷം പ്രസിഡന്റ് ആകണം. അതാ ഞാൻ കണക്കെടുക്കണ കാണുന്നുണ്ടോ? ഇല്ല. തങ്കച്ച എന്നെ പരിപാടി? പൊറോട്ട അടിക്കുന്നത്. ഇതുപോലത്തെ പൊറോട്ട അടിക്കാരനൊന്നുമല്ല ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നൈജീരിയയിലെ ബോക്സിംഗ് ചാമ്പ്യൻ നീഗ്രോ ബാബു. ഇൻട്രൊഡ്യൂസിംഗ് നീഗ്രോ ബാബു.
ഞാനാണ് നീഗ്രോ ബാബു. എന്റെ പേരെന്നാന്ന് പറഞ്ഞ്? നീഗ്രോ ബാബു. ആരിട്ട്? നീഗ്രോ ബാബു ഞാൻ. ഇത് ആരോടും പറയരുത് കേട്ടോ, പബ്ലിഷ് ആക്കരുത്. എന്റെ റേഷൻ കടയിലെ പേര് മോഹൻ എന്നാണ് കേട്ടോ. നൈജീരിയൻ ഗവൺമെന്റ് തലയ്ക്ക് 50 ലക്ഷം രൂപ വില പറഞ്ഞിരിക്കുന്ന ആളാണത്. ഈ തലക്കോ 250 രൂപ. നിന്നെ കൈ കിട്ടാത്തതിന്റെ കലിപ്പാ. കുഴപ്പമില്ല, ഇന്നലെ അടിച്ചെന്റെ ഹാങ് ഓവർ. അവിടെ റെഡി ഇറക്കണം. അവിടെ മറ്റേ സാധനം ഇറക്കാം. സാധനം അവിടെ ചെന്ന് ഇറക്കും. ഒന്നും ചെയ്യില്ല. 5 വർഷം എനിക്ക് പ്രസിഡന്റ് ആകണ്ടാണ്. നല്ല ഇടി ഇടിച്ചോണം. ഇടിച്ചവനെ പരിപ്പേ ആളക്കൂലേ. അവന്റെ അന്നദാന പാത്രം ചവിട്ടി കളിക്കണം. പാത്രം അലുമിനിയം ആണോ ചില്ലു പാത്രമാണോ? കോഴിക്കൂട്ടിലെ കിടക്കുന്നു. വേറൊരു കാര്യം പറയാനുണ്ട്. നീ പറയല്ലേ. തുടങ്ങിയിട്ട് മതി, തുടങ്ങിയിട്ട് മതി. പിന്നെ പറയാനുള്ള കാര്യം എന്താ പറയട്ടെ? അല്ല ഞാൻ അവനെ കിട്ടും ഒരെണ്ണം പറയട്ടെ. ഇറങ്ങി വാടാ. ഇവനെ ഈ നൈജീരിയ വെച്ച് 2 പേരെ കൊന്നാന്നാ പറഞ്ഞത്. അത് ചുമ്മാ പറഞ്ഞാന്ന്. അവര് വെടിയടിക്കുന്നതാ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ കൊല്ലുവോ? ഇല്ലെന്ന്. നീ എന്തിനാ ഇറങ്ങി പോയി? ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. നീ പൊന്നെ, നീ എങ്ങനെ ഇറങ്ങി വാടാ. മതിലിറക്കുന്ന കണ്ടോ? ഇന്ന് തകർക്കണം. മുഹൂർത്തമായി. ഇതെന്നെ കല്യാണം. ഞാൻ ഈ കല്യാണത്തിന് ചടങ്ങിന് പോകുന്നുണ്ടെങ്കിൽ സമയമായെന്ന് പറയാം. സമയമായെന്ന്. നിന്റെ ബോക്സറുടെ സമയമായി. ഇനി 5 വർഷം ഞാൻ തന്നെ പ്രസിഡന്റ്. കേട്ടോ ഡേവിഡ്? നിന്റെ ബോക്സിന്റെ സമയം. അതിന് മുമ്പ് ചെറിയ പരിപാടി ഉണ്ട്. വിളിച്ചേ. ഇത് ഞങ്ങളെ ബോക്സിംഗ് ലെസൺ വെക്കണത്. കയറ്റി വെക്കാം, തള്ളി കയറ്റി വെക്കാം. ഇതന്നെ ഗംഗാധരനോ? ഇതെന്തിനു വെക്കണതാ? പല്ല് പോയിരിക്കാൻ വേണ്ടി വെക്കണ സുഹൃത്തെ. കാണിച്ചേ. ഈ പല്ല് പോണതല്ല, മൊത്തം പുഴുപ്പല്ല. വെച്ചോ. ഇടിയിട്ട് കഴിയുമ്പോ പല്ലെങ്കിലും കാണാലോ. ഉപ്പുമാവല്ല, ഞാൻ ബെല്ലടിച്ചതാ ഇവിടെ. ബെല്ലടിച്ചാ അവിടെ. ഉണ്ണി, എല്ലാരും കൂടി എന്റെ ഉണ്ണിയെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ? ഇത് എന്റെ ഉണ്ണി തന്നെയാ. ഉണ്ണി, ഉണ്ണി, വരൂ. ഉണ്ണി, ഉണ്ണി. ഒന്ന് മെസ്സേജ് എടുത്തിട്ടില്ല. ഫോണെടുത്ത മെസ്സേജ് ചെയ്യാനല്ലെന്ന് കഴിക്കാം. അവനെ ഞാൻ പൊളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇടി മേടിക്കുകയാണോ? ആദ്യം ഞാൻ മേടിക്കും. എല്ലാവരും ഞാൻ മേടിക്കും, ഇറന്ന് മേടിക്കും. പക്ഷേ കൊടുക്കും ഞാൻ പാലിച്ച സഹിതം. ബാബു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട് കേട്ടോ. നിങ്ങളുണ്ട്, പക്ഷെ ഞാനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. പേടിക്കണ്ട. ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അവൻ എടുക്കില്ല. ഞാൻ ബോംബെയിലെത്തി പോലെ
എന്റെ പൊക്കിള് പറിച്ചു കളഞ്ഞു. കരയണ്ട കരയണ്ട കരയണ്ട, ഞാൻ ഒരെണ്ണം മേടിച്ചു തരാം. മേടിച്ചു തരാം. മേടിക്കാൻ കിട്ടുമോ? കിട്ടും കിട്ടും, മെഡിക്കൽ സ്റ്റോർ കിട്ടും. മെഡിക്കൽ സ്റ്റോറിലോ? എന്നാലും എന്തിനാ നോക്കണം. എന്റെ പൊക്കിള്? ആ ഉണ്ടല്ലോ. എടോ ചുമ്മാ കാണിച്ചാണല്ലേ അവൻ. പോയി ഇടിക്കണം അങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ട് ഇരിക്കാവുള്ളൂ. സ്റ്റാർട്ട്. ഇടിക്കണം. കൊട്, കൊട്, കൊട്. ഞാൻ പ്രശ്നമുണ്ടാവും. തിരിച്ചു വരും. തിരിച്ചു വരും. വരുത്തും ഞങ്ങൾ. ബാബു. എന്താടാ? കേറ്, കേറ്, കേറ്. ബാബു എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ലോ. മുഖം തന്നെ വല്ല ഇരിക്കുന്നേ. ഒരു റിലാക്സിന് വേണ്ടി ഒരു പാട്ട് പാടിക്കേ. ഒന്നാൽ ഞാനൊരു സുന്ദരനാ, ഫോമല്ലനാ, നീ ഞാൻ കാണിച്ചനാ. എടാ സൗണ്ട് തോമേ, ഇവിടെ അടങ്ങണില്ല അവൻ. അവന്റെ വിക്ക് പോയി, കള്ളനാവൻ. വിഷയല്ല. ഞാൻ പറഞ്ഞ വിക്കും കിക്കും വേണ്ടാന്ന്. ഇനി ഇവന്റെ ഒടുക്കം ഞാൻ തീർക്കാൻ വേണം. നീ എന്നെ നേരത്തെ നിനക്ക് ഞാൻ അയ്യോ. അമ്മ അമ്മ എന്നെ കാണിച്ചാണ്. ഇടിക്കാനാ പറഞ്ഞു, ഇടിക്കി. ജയിച്ചാ മതി നീ. അത് ഈ മറ്റേ സംഭവം പോലെ ഇടിക്കാവുള്ളൂ. എന്താ ദൈവമേ? പ്രശ്നം അടിക്കരുത്. അയ്യോ. ത്രീ എനിക്കറിയത്തില്ല. 5, 7, 8, 9, 10. അയ്യോ, ഞാൻ 2 വീണ് കിടക്കണ്. ഇനി പ്രസിഡന്റ് ആവാ. അയ്യോ, ഇനി അപ്പൊ 5 വർഷം കഴിഞ്ഞാലേ മത്സരം നടത്താൻ പറ്റുള്ളൂ. തങ്കമ്മേ, 5 വർഷം കഴിയുമ്പോ നമുക്കൊക്കെ വയസ്സാകത്തില്ലേ? വയസ്സായാലും കുഴപ്പമില്ലെന്ന്. നമുക്ക് വൈസ് പ്രസിഡന്റ് ആകാലോ. Comedy Masters.